സുഹൃത്തുക്കളെ, 2025 ഈ മാസം സെപ്റ്റംബർ അവസാനിക്കുമ്പോൾ ഇറങ്ങിയ തമിഴ് സിനിമകളിൽ ഇഷ്ടപ്പെട്ട 5 സിനിമകളാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് അഭിഷേക് നിതിൻ സംവിധാനം ചെയ്ത് ഹാരിസ് ധ്രുവരാജിൻ്റെ എഴുത്തിൽ 8.2 IMDb റേറ്റുള്ളതിൽ ശശികുമാർ, മിഥുൻ, യോഗി ബാബു, സിമ്രാൻ എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കാണണമെന്ന് ആവശ്യിക്കുന്നു. നല്ല ചിത്രമാണ്. രണ്ടാമത്തേതാണ് 3 BHK എന്ന് പറയുന്നത്. ശ്രീ ഗണേഷാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥ്, ഭരതൻ, ശശികുമാർ, ദേവയാനി, യോഗി ബാബു എന്നിവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. IMDb റേറ്റിംഗ് 7.3. മസ്റ്റ് വാച്ച് സിനിമയാണ് എല്ലാവരും കാണുന്നത്. ഒരു വീട് വയ്ക്കാനും ഒരു കുടുംബത്തെ പോറ്റാനും വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിക്കപ്പുറം നമ്മളെ അധികം വിഷമിപ്പിക്കുകയും മനസ്സിൽ തങ്ങി നിൽക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് ഈ പറയുന്ന 3 BHK എന്ന് പറയുന്ന സിനിമ. ഇതിലെ സിദ്ധാർത്ഥ് ഭരതൻ്റെയും ശശികുമാറിൻ്റെയും പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കൂടാതെ ദേവയാനിയും മലയാളത്തിൽ മുമ്പ് അഭിനയിച്ച നടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയാണ്. അശ്വന്ത് മാരിമുത്തിൻ്റെ സംവിധാനത്തിൽ പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വർ, ഗൗതം വാസുദേവ മേനോൻ എന്നിവർ അഭിനയിച്ച് IMDb 7.1 ഉള്ള ഈ സിനിമ കുറേ അധികം ആൾക്കാരെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് വേറിട്ട അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഒരു മിശ്ര അഭിപ്രായമാണ് ഈ പറയുന്ന സിനിമയ്ക്ക്. തൻ്റെ കാമുകിയുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് ഇടയിൽ പെട്ടുപോകുന്ന ഒരു പ്രശ്നമാണ് ഈ സിനിമയിലെ ചർച്ചാ വിഷയമായി മാറുന്നത്. അടുത്തതാണ് എനിക്കിതിൽ കുറച്ചും കൂടി പ്രിയപ്പെട്ട സിനിമ മാരീസൻ എന്നാണ് ഈ സിനിമയുടെ പേര്. നമ്മളുടെ ഫഹദ് ഫാസിലിൻ്റെയും വടിവേലിൻ്റെയും മികച്ച പ്രകടനം കൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകരെ ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ മികച്ച വിജയം തന്നെയാണ് ഈ സിനിമ നേടിയതെങ്കിലും കേരളത്തിൽ അത്ര മികച്ച വിജയമൊന്നുമല്ല നൽകിയത്. സുകേഷ് സാന്ദ്രയാണ് ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, മിശ്ര അഭിപ്രായം വന്നൊരു സിനിമയാണ് മദ്രാസി എന്ന് പറയുന്ന സിനിമ. ഈ പറയുന്ന സിനിമയും നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. കൂടാതെ ഈ പറയുന്ന സിനിമകളൊക്കെ തിരുവില്ലാമില, വീരേദൂരെ സൂരൻ, 11, തലവൻ തലൈവി, കുബേര, മാർഗൻ, DNA, കൂലി മുതലായ സിനിമകളും പിന്നെ ഗുഡ് ബാഡ് അഗ്ലി. കൂലി മിശ്ര അഭിപ്രായമാണ് ഉണ്ടായത് എങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടമായി. പക്ഷേ എന്തോ OTTയിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് അത്രയും ദഹിച്ചില്ല. കുറേയധികം ലോജിക് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അജിത്ത് ഫാൻസിന് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. ഈ ഗുഡ് ബാഡ് അഗ്ലി എനിക്ക് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മൂവി വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. ഈ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ ഏതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രമാത്രം ഓരോ സിനിമകളും ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. നെക്സ്റ്റ് നിങ്ങൾ ഈ പറയുന്ന സിനിമകളല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സുഹൃത്തുക്കളെ. ഓക്കെ.